പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. കലോത്സവത്തിൽ അട്ടിമറി നടന്നത് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കലാകിരീടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് തന്നെ ലഭിച്ചത്. പട്ടാമ്പി AEOക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നും കണ്ടെത്തി. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ശേഷം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. പട്ടാമ്പി AEO RP ബാബുരാജിൽ നിന്നും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്നാണ് കലാകിരീടത്തെ സ്വീകരിച്ചത്. സ്കൂളിൽ വിജയാഹ്ലാദ പരിപാടികളും നടത്തി. നവംബറിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നൽകിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി AEOക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നും കണ്ടെത്തി. തുടർന്നാണ് ആദ്യപടിയായി ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം കൂടുതൽ പോയിന്റ് ലഭിച്ച നടുവട്ടം സ്കൂളിന് നൽകാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ട്രോഫി കൈമാറുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രാവിലെ 11 മണിയായിട്ടും ട്രോഫി ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപകരും PTA ഭാരവാഹികളും പട്ടാമ്പി AEO ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. AEOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വൈകുന്നേരം 3 മണിയോടെ ട്രോഫി സ്കൂളിലെത്തിക്കാൻ ധാരണയായി. എടപ്പലം സ്കൂളിൽ നിന്നും ട്രോഫി വാങ്ങി AEO വൈകുന്നേരത്തോടെ നടുവട്ടം സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, PTA പ്രസിഡന്റ് VT കരീം, പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവുമുണ്ടായി. NCV ന്യൂസ്, തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ. കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസന്റ് പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.